നമസ്കാരം. ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരണം. DNA പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു. ബന്ധുക്കളുടെ DNA സാമ്പിളുമായി നടത്തിയ ഫലം പോസിറ്റീവായതോടെയാണ് വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചത്. സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി എന്ന് വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ഏറ്റുമാനൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റിൽ തന്നെ സെബാസ്റ്റ്യൻ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 2024 ഡിസംബറിലാണ് ജൈനമ്മയെ കാണാതാകുന്നത്. അന്വേഷണത്തിൽ ജൈനമ്മയുടെ ഫോൺ അവസാനമായി ഓണായത് പള്ളിപ്പുറത്ത് വെച്ചാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് അസ്ഥികൂടം ലഭിച്ചത്. ജൈനമ്മ ധ്യാന കേന്ദ്രങ്ങളിൽ പോകാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ജൈനമ്മ പോയതായിരിക്കാമെന്നാണ് കുടുംബം ആദ്യം കരുതിയിരുന്നത്. എന്നാൽ 4 ദിവസമായിട്ടും കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ജൈനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിപ്പുറത്താണ് അവസാനമായി എത്തിയതെന്ന വിവരം മനസ്സിലായത്. സ്ഥലത്തുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് സെബാസ്റ്റ്യനെയും ചോദ്യം ചെയ്തത്. മൊഴിയിലെ വൈരുദ്ധ്യമാണ് സെബാസ്റ്റ്യനെ കുടുക്കിയത്. പിന്നാലെ പോലീസ് പ്രതി കസ്റ്റഡിയിലെടുത്തു. സെബാസ്റ്റ്യൻ പണയം വെച്ചതും വിറ്റതുമായ സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതെന്ന് തന്നെയെന്നാണ് ഉറപ്പിച്ചത്. ജൈനമ്മയുടെ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചത് സെബാസ്റ്റ്യന്റെ വീടിന് സമീപത്ത് നിന്നാണ്. ഇതും സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക തെളിവായി. ഈ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതിന്റെയും സിം റീചാർജ് ചെയ്തതിന്റെയും CCTV ദൃശ്യം പുറത്തുവന്നു. എന്നാൽ ഫോൺ കണ്ടെടുക്കാനായില്ല. കൊലപാതകത്തിന് ശേഷം ജൈനമ്മയുടെ പക്കലുണ്ടായിരുന്ന 25 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് സെബാസ്റ്റ്യൻ കവർന്നതും പണയം വെച്ചതും. പിന്നീട് ഇത് വിറ്റതായും പോലീസ് കണ്ടെത്തി. ഈ സ്വർണം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് ഇരകളായ ബിന്ദു പത്മനാഭന്റെ 5 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി വ്യാജരേഖയുണ്ടാക്കി വിറ്റതായും സെബാസ്റ്റ്യനെതിരെ കേസുണ്ട്. 19 വർഷമായി കാണാതായിരുന്ന ബിന്ദു പത്മനാഭനെ താൻ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതാണെന്ന കേസിൽ പ്രതിസ്ഥാനത്തുള്ള പള്ളിപ്പുറം ചെങ്ങുംതറ CM സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വിറ്റപ്പോൾ കിട്ടിയ 1.5 ലക്ഷം രൂപ തട്ടിയെടുക്കുവാനായിരുന്നു ഈ കൊലപാതകം. ബിന്ദു തിരോധാന കേസിൽ വർഷങ്ങളോളം തെളിവുകളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് പിടിക്കപ്പെടാതെ ജീവിച്ച സെബാസ്റ്റ്യൻ മാസങ്ങൾക്ക് മുൻപാണ് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയനിഴലിലായത്. ചോദ്യം ചെയ്യലിൽ ബിന്ദുവിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി പലയിടങ്ങളിലായി കുഴിച്ചിട്ടുവെന്നും മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ കുഴിച്ചെടുത്ത് കത്തിച്ചു ചാരമാക്കി പലയിടത്തായി കളഞ്ഞുവെന്നുമാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഇതാണ് ഇയാളുടെ രീതിയെങ്കിൽ ജൈനമ്മയുടെയും അങ്ങനെ തന്നെ കൊലപ്പെടുത്തിയിരിക്കാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ജൈനമ്മയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ അത്തരം സൂചന തന്നെയാണ് നൽകിയത്. കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുവാൻ ക്ഷമയുടെ ഓരോ കാര്യം ചെയ്യുന്നതാണ് സെബാസ്റ്റ്യന്റെ ശൈലി എന്നാണ് പോലീസിന് ബോധ്യപ്പെട്ടത്. മൃതദേഹം കഷ്ണങ്ങളാക്കി പലയിടങ്ങളായി കുഴിച്ചിടുക, അതെല്ലാം ജീർണിക്കുവാനായി കാത്തിരിക്കുക, 2-3 മാസത്തിന് ശേഷം അസ്ഥി മാത്രമാകുമ്പോൾ കുഴിച്ചെടുത്ത് കത്തിക്കുക, ചാരം പലയിടത്തായി കളയുക, ഓരോന്നും പലപ്പോഴായാണ് ഇയാൾ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നതിന് കൂടുതൽ തെളിവുകളും പോലീസിന് കിട്ടുകയായിരുന്നു. ജൈനമ്മയെ കാണാതായ ദിവസം ഇരുവരുടെ മൊബൈൽ ഫോണുകൾ ഒരേ ടവർ കീഴിലായിരുന്നു. ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ആദ്യം പണയം വെക്കുകയും പണയമെടുത്ത് വിൽക്കുകയും ചെയ്തുവെന്നും കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ട രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ശക്തമായ തെളിവുകളാണ് ജൈനമ്മ കേസിലുള്ളത്. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതായത്. സഹോദരൻ സാവിയോയുടെ പരാതിയിൽ ആദ്യം പോലീസ് കാര്യമായി എടുത്തില്ല. ജൈനമ്മ ധ്യാനത്തിന് പോയതാണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. സാവിയോ കോടതിയെ സമീപിക്കുകയും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുകയും ചെയ്തതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതും സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തതും. തിരുനെല്ലൂർ സ്വദേശി ജയദേവന്റെ മരണത്തിന് പിന്നിലും ചേർത്തല തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യനാണെന്നാണ് സംശയം. സെബാസ്റ്റ്യന്റെ അടുത്ത സുഹൃത്താണ് ജയദേവൻ. FCI ഉദ്യോഗസ്ഥനായ ജയദേവൻ 2008 ഏപ്രിൽ 7-നാണ് മരിച്ചത്. റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ജയദേവന്റെ മൃതദേഹം കണ്ടെത്തിയതും. നിലവിൽ 4 സ്ത്രീകളെ തിരോധാനവും മരണം സംബന്ധിച്ചുള്ള കേസുകളിൽ സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ജയദേവനെ കൊന്നോ എന്ന സംശയം ഉയർന്നത്. സെബാസ്റ്റ്യൻ ജയദേവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നുവെന്നും ബന്ധു റെജിമോൻ പ്രതികരിച്ചിട്ടുണ്ട്. മരിക്കുമ്പോൾ ജയദേവന് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നുവെന്നും ചിട്ടി നടത്തിയ തുകയടക്കം കോടികൾ ജയദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും റെജിമോൻ പറയുന്നുണ്ട്. പണം എങ്ങോട്ട് പോയി എന്നതും ദുരൂഹമാണ്. സെബാസ്റ്റ്യന്റെ വിവാഹം നടത്തിയത് ജയദേവനാണ്. ജയദേവൻ തിരുനെല്ലൂർ ശ്രീ വിശാഖപുരം ക്ഷേത്ര കമ്മിറ്റി ഖജാൻജിയായിരുന്നു. ക്ഷേത്രത്തിന്റെ പണം ഉൾപ്പെടെ കൈകാര്യം ചെയ്തത് ജയദേവനാണ്.